യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചു എന്ന കേസിലാണ് ക്രൈംബ്രാഞ്ചിന് നിർണായക തെളിവുകൾ ലഭിച്ചത്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ വ്യാജ കാർഡുകൾ നിർമ്മിച്ചുവെന്നാണ് കണ്ടെത്തിയത്. ഫോറൻസിക് പരിശോധനയിലാണ് തെളിവ് ലഭിച്ചത്. ഈ ലാപ്ടോപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് ID കാർഡ് വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഫോട്ടോഷോപ്പ്, CR കാർഡ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് വ്യാജ ചിത്രവും പേരും ഉൾപ്പെടുത്തി കാർഡുകൾ നിർമ്മിച്ചെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കാർഡുകൾ ഇതേ ലാപ്ടോപ്പിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തുവെന്നും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലാപ്ടോപ്പിൽ 10 വ്യാജ കാർഡുകളാണ് നിർമ്മിച്ചത്. കൂടുതൽ കാർഡുകൾ ഫോണുകൾ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അനുമാനം. എന്നാൽ പിടിച്ചെടുത്ത ഫോണുകൾ അൺലോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഫോണുകൾ ചണ്ഡീഗഡിലെ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കാണക്കാരി പഞ്ചായത്തിലെ 27 പേരുടെയും മലപ്പുറത്തെ 7 പേരുടെയും തെരഞ്ഞെടുപ്പ് ID കാർഡ് ഉപയോഗിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ട് ചെയ്തതായും പോലീസിന്റെ ഹൈടെക് സെല്ലും കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥ കാർഡ് ഉടമകൾ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്ന മൊഴിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം രജിസ്റ്റർ ചെയ്ത 67,158 പ്രൊഫൈലുകൾ നീക്കം ചെയ്തെന്നും ഹൈടെക് സെല്ലിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം യൂത്ത് കോൺഗ്രസിന് വെബ്സൈറ്റ് തയ്യാറാക്കി നൽകിയ ബംഗളൂരു ആസ്ഥാനമായ ഡിജിറ്റൽ നെറ്റ്വർക്ക് സൊല്യൂഷൻ അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. സ്ഥാപന ഉടമ അഭിജിത് സിംഗിന് കോടതി മുഖേന അന്വേഷണ സംഘം വാറണ്ട് അയച്ചു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, കോതമംഗലം, ബാലുശ്ശേരി എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയും ഉൾപ്പെടെ 4 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. യൂത്ത് കോൺഗ്രസ് വ്യാജ ID കാർഡ് വിവാദത്തിൽ കൂടുതൽ കേസുകളും കൂടുതൽ പ്രതികളും ഉണ്ടാകുമെന്ന സൂചനയാണ് ക്രൈംബ്രാഞ്ച് നൽകുന്നത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.